നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ വരാഹോൽപത്തി എന്ന 12ാം ദശകത്തിലെ 4ാമത്തെ ശ്ലോകമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. അങ്കുഷ്ഠമാത്രവപുരുത്പതിത പുരസ്ഥാത് ഭൂയോധ കുംഭിസദൃശഃ സമജൃംഭദാസ്ത്വം അഭ്രേതദാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈഃ വിസ്മേരദാം വിധിരഗാത് സഹസൂനുഭിസ്വൈഃ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അങ്കുഷ്ഠമാത്ര വപുഃ ഉത്പതിതഃ പുരസ്ഥാത് ഭൂയഃ അധ കുംഭിസദൃശഃ സമജൃംഭദാഃ ത്വം അഭ്രേ തഥാവിധം ഉദീക്ഷ്യ ഭവന്തം ഉച്ചൈഃ വിസ്മേരതാം വിധിഃ അഗാത് സഹ സൂനുഭിഃ സ്വൈഃ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക പ്രിയമുള്ള പ്രേക്ഷകർ. ത്വം പുരസ്ഥാത് അങ്കുഷ്ഠമാത്ര വപുഃ ഉത്പതിതഃ അധ ഭൂയഃ കുംഭിസദൃശഃ സമജൃംഭതാഃ വിധിഃ അഭ്രേ തഥാവിധം ഉച്ചൈഃ ഭവന്തം ഉദീക്ഷ്യ സ്വൈഃ സൂനുഭിഃ സഹ വിസ്മേരതാം അഗാത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. കേവലം അങ്കുഷ്ഠതുല്യമായ ശരീരത്തോടുകൂടി ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന ഭവാൻ അങ്ങ് പെട്ടെന്ന് തന്നെ ഗജസദൃശനായി, ആനയ്ക്ക് തുല്യനായി വളരുകയും ചെയ്തു. വളർന്ന് വളർന്ന് മേഘമാർഗത്തോളം ഉയർന്ന അങ്ങയെ കണ്ട് ബ്രഹ്മാവും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളും വിസ്മയപ്പെട്ടുപോയി. നമസ്തേ.